മലപ്പുറം തിരൂർ പുറത്തൂരിൽ കാട്ടുപന്നി ആക്രമണം 70 വയസ്സുള്ള കമ്മുവിന് പരിക്കേറ്റു. കാട്ടുപന്നി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഒരു പ്രതികരണവുമുണ്ട്. ഒരു 8:30 മണിക്ക് പാടത്ത് കുറച്ച് പുല്ലൊക്കെ അറ്റിട്ട് വരികയാണ്. റോട്ടുമ്മ കൂടിയ പഞ്ചായത്ത് റോഡിന് വരികയാണ്. അവിടുന്ന് ഇത് ഓടി വന്നിട്ട് ഇടിച്ചതാ. അത് റോട്ടിന് ഓടി നേരെ പോവുക. അത് ഓടി ഇന്നെ അടിച്ചിട്ട് പോവുക. എന്റെ പേരക്കുട്ടി ഒപ്പം ഉണ്ടായത്. ഓനോട് ഞാൻ മണ്ടിക്കാളാന്ന് പറഞ്ഞു. ഓൻ മണ്ടി. എന്നിട്ട് ഓനെ വിളിച്ചിട്ട് അതിൽ മുറ്റത്ത് തന്നെ വീടിന്റെ മുറ്റത്ത് കാറുണ്ട്. അയറ്റാൾ എന്റെ അടുത്തിട്ട് അവിടെ ആസ്പത്രിയിലേക്ക് എത്തിക്കത്. ഞാൻ വീണിക്കണ്. വലിയ വലിപ്പമുള്ള പന്നിയാ, ചെറുതല്ല. ഒറ്റൊന്ന് അങ്ങനെ ആ വീട്ടുകാർ എന്റെ കാറിൽ കൊണ്ട് സെൻട്രലിലേക്ക് കുറുമ്പടിക്കലേക്ക് എത്തിച്ചത്. നല്ല മുറിച്ചാണ്ട് അകന്നിക്കണ്. ഞാൻ ഇങ്ങനെ പിടിച്ചിക്കായിരുന്നു വീണിട്ട്. ഇതിങ്ങനെ കണ്ടിട്ട് ഞാൻ 2 കജ്ജോട്ട് പിടിച്ചിക്കായിരുന്നു കിടക്കണോടത്ത് കിടന്നിട്ട്. അപ്പോൾ എന്റെ കുട്ടി വന്നിട്ട് അതിലൊക്കെ വിളിച്ചു വന്നാൽ എടുത്തന്നെ മിറ്റത്തെ പേരെ കാറുണ്ട്. അവരെടുത്തോട്ട് അങ്ങോട്ട് കൊടുന്നത് ആസ്പത്രിയിൽ സെൻട്രലിലേക്ക് എത്തിച്ചത്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. വിപിൻ, കമ്മുവിന് വയോധികനാണ്. പരിക്ക് എത്രത്തോളം വലുതാണ്? ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യമുള്ള മേഖലയാണോ വിപിൻ? അതെ അശ്മി, കാട്ടുപന്നി ശല്യം ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. പുറത്തൂരിലെ കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് സമീപമാണ് മില്ലുംപടി. ആ പ്രദേശത്താണ് പുല്ലരിയുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കമ്മുവും പേരമകനും കൂടി പോകുന്നത്. ഈ സമയത്താണ് കാട്ടുപന്നിയെ കണ്ട ഉടൻ തന്നെ ഈ കുട്ടിയോട് കമ്മു ഓടിപ്പോവാൻ പറയുകയായിരുന്നു. അങ്ങനെ ഓടിപ്പോയത് കൊണ്ട് മാത്രം അത്ഭുതകരമായി തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോഴേക്കും കാട്ടുപന്നി വന്ന് കമ്മുവിനെ കുത്തുകയായിരുന്നു. തുടയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്, തുടയെല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് തിരൂരിലെ ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ നിന്നും MBS മെഡിക്കൽ കോളേജിലേക്ക് കുറച്ചുകൂടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുമെന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടുകാർ ഇത് അറിയുകയും ഉടൻ തന്നെ വന്ന് കാറിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ആ സമയത്ത് കാട്ടുപന്നി ഓടി മറയുകയും ചെയ്തു. അപ്പോൾ ഈ പ്രദേശത്ത് ഒരു ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആഷ്മി, ഓക്കെ, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ചെറിയ കാട്ടുപന്നി ഒന്നുമല്ല, ഒരു വലിയ കാട്ടുപന്നിയായിരുന്നു എന്നുള്ളതാണ്. ചെറുമകൻ കൂടെ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ.